പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് തെലങ്കാന കേരള മുഖ്യമന്ത്രിമാരുടെ വാക്പോര്. അതിരുവിട്ടോ ഇരുവരുടെയും പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് പൊതുവിൽ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു. നീ പോ മോനെ വിജയ എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒരു പരാമർശം നടത്തി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കത്തയച്ചപ്പോൾ ആ കത്തിലും ഈ പരാമർശം എഴുതിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു മറുപടി, ഡാഷ് മോനെ രേവന്തേ, മറുപടി നിനക്ക് വരുന്നുണ്ട് എന്നായിരുന്നു. കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ പരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് ചോദിക്കുന്ന പാർട്ടിക്കാരുമുണ്ട്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. ആ വിഷയം നമുക്ക് ആദ്യം വിശകലനം ചെയ്യാം. അതിനുമുമ്പ് വിവാദമായ ഇരു മുഖ്യമന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് വരാം. Vijayan, your time is over. Your expiry date is over. You don't have any time to continue. സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലേ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. ഗോപികൃഷ്ണൻ, ശരിക്കും മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രയോഗം നടത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹം അങ്ങനെ മറുപടി കൊടുത്തു. കേരളം ചെറുതായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഗോപികൃഷ്ണൻ്റെ ഒരു നിലപാടിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രായവും പക്വതയും രാഷ്ട്രീയ പാരമ്പര്യവും പരിചയമുള്ള ആളെന്ന നിലയിൽ ഈ രേവന്ത് റെഡ്ഡിയോട് കുറച്ചുകൂടെ മിതമായ ഭാഷയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ രേവന്ത് റെഡ്ഡിയും ആ പക്വത കാണിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു ഒഫീഷ്യലി ഒരു മുഖ്യമന്ത്രിക്ക് അയക്കുന്ന കത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടന്ന സാധാരണ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കഥയാണ്. കാര്യം അദ്ദേഹത്തിന് ബലിതം എഴുതാനുള്ള സാധനമല്ല ഒരു ഔദ്യോഗികമായി അയക്കുന്ന കത്ത്. പ്രത്യേകിച്ച് ഒരു ഡിഒ ലെറ്ററൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതുമ്പോൾ അതിൽ വളരെ ഒരു പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട് നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് നമുക്കിനി അറിയത്തുമില്ല. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ പല രാഷ്ട്രീയ കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയിലാണ് നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ അധിപൻ എന്ന നിലയിലാണ് നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. അപ്പോൾ ഏത് സമയത്താകട്ടെ ഏത് കാലത്താകട്ടെ മുഖ്യമന്ത്രിമാർ തമ്മിൽ താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ ഇടപെടലുകളിൽ, അവരുടെ പരസ്പരമുള്ള ആശയ കൈമാറ്റങ്ങളിലൊക്കെ തന്നെ ആ മാന്യതയും ഭരണഘടനാനുസൃതമായിട്ടുള്ള മാന്യത നിലനിർത്തുകയും പക്വതയോടുകൂടി ഇടപെടുകയും വേണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കലുഷിതമായ സമയത്തും പലപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഈ നിലയിൽ തരംതാണ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണങ്ങൾ നടത്തുന്ന കരണപ്രതികരണങ്ങൾ എന്നത് കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് ഒരു വളരെ അമ്പരപ്പോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എല്ലാവരും, സാധാരണക്കാരായ ആളുകളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ കാണുന്നത്. അത് ഒരുപക്ഷെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ വലിയ തരത്തിൽ PR ഏജൻസികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ എഴുതി കൊടുക്കുന്ന ക്യാപ്ഷനുകൾ, അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, അവർ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകളിലൂടെയൊക്കെ അവർ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നേതാക്കൾക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ്, ഇങ്ങനെ തുടങ്ങി സമ്പൂർണ്ണമായും ഒരു പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ഒരു PR ഏജൻസിയുടെ കയ്യിൽ ഒതുങ്ങിപ്പോയ ഒരു പ്രചാരണം ആയിരുന്നു ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ തെലങ്കാന മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ നീ മോനെ വിജയ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് പറയിപ്പിച്ചായിരിക്കും. അപ്പോൾ അതിന് വലിയ ആവേശം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം ഇത് അദ്ദേഹത്തിന് എഴുതിയ ഔദ്യോഗികമായ കത്തിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഔദ്യോഗികമായ കത്തിന്റെ അവസാന വാചകവും നീ പോ മോനെ വിജയ എന്നാണ്. നരസിംഹം എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ് ഹിറ്റാക്കിയ ഒരു ഡയലോഗ്. പക്ഷേ ആ ഡയലോഗിൽ ഒരു ഡെറോഗേറ്ററി സ്വഭാവമുണ്ട്. അതിലൊരു ഒരാളെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ജനാധിപത്യത്തിന് ഒട്ടും ചേരാത്ത ഒരു ഭാഷയും ശൈലിയുമായിരുന്നു
അത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രൗഡ് മലയാളി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ അത് ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, അത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ നിലയിൽ അഭിസംബോധന ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കാട്ടി എന്നതൊരു വലിയ പ്രശ്നമായി ഒരുപക്ഷെ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തിരിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ SK 2011 VS അച്യുതാനന്ദനെ അന്ന് രാഹുൽ ഗാന്ധി കളിയാക്കിയത്, നിങ്ങൾ വീണ്ടും ഇടതുമുന്നണിയെ തെരഞ്ഞെടുത്താൽ 93 വയസ്സുള്ള വൃദ്ധനായ VS ആയിരിക്കും ഭരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ TS തിരുമുമ്പിന്റെ വിപ്ലവ കവിത, അതായത് എന്റെ യുവത്വം എന്ന കവിതയിലെ വരിയാണെന്ന് VS പറഞ്ഞത്. തല നരയ്ക്കുവതല്ല എന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമാണൻ യൗവനം എന്ന് VS പറഞ്ഞതെന്ന് വലിയ വാർത്തയാവുകയായിരുന്നു. അത് അദ്ദേഹം വിശദീകരിച്ച പ്രസംഗത്തിലാണ് അമൂൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഒരു തരംതാണ തരത്തിലുള്ള പ്രതികരണമായി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ അഭിപ്രായമാണ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.